വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം വാർഷികത്തിൽ ഒരു പ്രത്യേക ഫ്രാൻസിസ്കൻ വർഷം അനുവദിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാൻ നിബന്ധനകൾക്ക് വിധേയമായി പൂർണ്ണദണ്ഡ വിമോചനം നേടാനുള്ള സാധ്യതകൾ വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. വത്തിക്കാനിലെ അപ്പസ്തോലിക പെനിറ്റൻഷ്യറി അനുവദിച്ചാണ് ഈ ഒരു പൂർണ്ണദണ്ഡ വിമോചന സാധ്യത. കൗദാശിക കുംഭസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥന ഇവയൊക്കെയാണ് പ്രധാനമായും വിശ്വാസികൾക്ക് പൂർണ്ണദണ്ഡ വിമോചനത്തിനുള്ള നിബന്ധനകൾ. ഇത് 40 ദിവസത്തിലേറെയായി സെന്റ് മേരീസ് ബസലിക്കയിൽ പ്രാർത്ഥനാ സമരം തുടരുന്ന വിശ്വാസികൾക്കും വിശുദ്ധ കുർബാന അർപ്പണത്തിനുള്ള വത്തിക്കാന്റെ മറ്റൊരു സവിശേഷ അനുമതി തന്നെയാണ്. ഇതൊക്കെ പക്ഷേ എറണാകുളത്തെ വിശ്വാസികൾക്ക് വിമത വൈദികർ നിഷേധിക്കുകയാണ്. കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ബസലിക്കയിൽ കുർബാന ചൊല്ലാനാകില്ല. എന്നിട്ടും വത്തിക്കാനെ കാണിക്കുന്നതിനായി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി കുർബാന അർപ്പിച്ചത് വത്തിക്കാനിൽ വരെ കടുത്ത വിമർശനത്തിന് പാത്രമായിരുന്നു. എന്നിട്ടും ഇതാ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ വർഷത്തിന് തുടക്കമായിട്ടും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്ക് മാത്രം ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള അവകാശവുമില്ല, സാഹചര്യവുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തൻ്റെ നേതൃത്വത്തിൽ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ തങ്ങൾക്ക് വിമത വിഭാഗത്തിന് എറണാകുളം രൂപതയ്ക്ക് 2-3 മെത്രാന്മാർ വേണമെന്ന വിമത വിഭാഗത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ തന്ത്രം. പുതിയ 3 മെത്രാന്മാരെ നിയമിക്കാനുള്ള സീറോ മലബാർ സിനഡ് വഴിയുള്ള ആ നിർദ്ദേശ നീക്കം വത്തിക്കാൻ തക്ക സമയത്ത് വെട്ടി അരിയുകയും ചെയ്തു. ഈ ലക്ഷ്യം നടപ്പാക്കാനായിരുന്നു പാംബ്ലാനി ഡിസംബർ ആദ്യവാരം നേരെ റോമിലേക്ക് പോയത്. കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി എറണാകുളം ബസലിക്കയിൽ കുർബാന അർപ്പിച്ചത് മാർ പാംബ്ലാനിക്ക് വിനയായി മാറുകയും ചെയ്തു. പാംബ്ലാനി കുർബാന ചൊല്ലുന്ന ഫോട്ടോ കണ്ട ഉടനെ തന്നെ വത്തിക്കാനിലെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർ, അവിടുത്തെ പരിശുദ്ധ പിതാക്കന്മാർ, അവർ വ്യക്തമായി നിലപാടെടുത്തു. എറണാകുളത്ത് ഐക്യം ഇപ്പോഴും അകലെയാണെന്ന്. ബസലിക്കയിലെ പാംബ്ലാനിയുടെ കുർബാന അർപ്പണം വിശ്വാസികൾ അംഗീകരിച്ചിട്ടില്ല എന്നത് അതുകൂടി വത്തിക്കാൻ വ്യക്തമായ നിലപാടെടുത്ത് വത്തിക്കാൻ അറിയുകയും ചെയ്തു. എറണാകുളത്തെ രൂപതയിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെന്നും വിശ്വാസികളുടെ ആവശ്യം ന്യായമാണെന്നും അങ്ങനെ വത്തിക്കാൻ വിലയിരുത്തുകയാണ്. ഇപ്പോഴത്തെ സംഭവത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളത്ത് വിമത വിഭാഗത്തിൽ നിന്നും സഹായ മെത്രാന്മാരെ നിയമിക്കുന്നത് വിമത പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന കണക്കുകൂട്ടലാണ് വത്തിക്കാൻ. കുരിയയിലേക്ക് സിനഡ് മെത്രാന്മാർ പരിഗണിക്കുന്ന വ്യക്തിയുടെ പേരിൽ ധാരാളം ആരോപണങ്ങളുള്ളതും അത് തിരിച്ചടിയായിട്ടുണ്ട്. ഞായറാഴ്ച നട്ടുച്ച സമയത്ത് മാത്രം വത്തിക്കാൻ ആവശ്യപ്പെട്ട ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ആ രീതിയിലും വത്തിക്കാന് കടുത്ത അതൃപ്തിയാണുള്ളത്. ഇതിനിടെയാണ് വിശ്വാസികളുടെ പ്രാർത്ഥന, കുംഭസാര ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത രൂപത നേതൃത്വം ഒളിച്ചുകളി നടത്തുന്നത്. വിശ്വാസികൾക്ക് വത്തിക്കാൻ കൽപ്പിച്ച പ്രകാരം പതിവ് നിബന്ധനകൾക്ക് വിധേയമായിട്ടാകും കുർബാന അർപ്പണമടക്കം നടത്തേണ്ടത്. അതുപോലെ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലോ വിശുദ്ധന്റെ നാമധേയത്തിലുള്ളതുമായ ബന്ധപ്പെട്ടമായ ഏതെങ്കിലും ദേവാലയത്തിലോ വിശ്വാസികൾ തീർത്ഥാടനം നടത്തുകയും ഭക്തികൃത്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് വത്തിക്കാൻ ഈ ഫ്രാൻസിസ്കൻ അസീസി ദിനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം മുഴുവൻ ആ ഒരു ഫ്രാൻസിസ് അസീസി ഓർമ്മ വർഷമായി വത്തിക്കാൻ ആചരിക്കുകയാണ്. പൂർണ്ണദണ്ഡ വിമോചനമാണ്, അതിനുള്ള സാധ്യതകൾ തേടാനുള്ള അനുമതിയാണ് വത്തിക്കാൻ ഇപ്പോൾ വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന പോലും അർപ്പിക്കാൻ അവസരമില്ലാതെ മറ്റ് അൾത്താരകളിലും മറ്റ് പള്ളികളിലുമൊക്കെ അൾത്താര അഭിമുഖ കുർബാന അർപ്പിക്കാൻ അവസരമില്ലാതെ, സാഹചര്യമില്ലാതെ വിശ്വാസികൾ കിടന്ന് വലയുകയാണ്.